ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. തീന്മേശ സന്തോഷത്തിൻ്റെ ഒരിടമാണ്. പലതരത്തിലുള്ള ഭക്ഷണ വിഭവങ്ങളാൽ നിറഞ്ഞ ഒരിടം. പല വർണ്ണങ്ങളാൽ, വിവിധ രുചികളാൽ, സൗരഭ്യമേറിയ ഗന്ധങ്ങളാൽ നിറഞ്ഞ തീന്മേശ ആരെയും ആകർഷിക്കുന്ന ഒന്നാണ്. എന്നാൽ തീന്മേശയിലെ ഭക്ഷണ വിഭവങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കുവാൻ സാധിക്കില്ല. കുഞ്ഞുങ്ങൾക്ക് എരിവും, പ്രമേഹ രോഗികൾക്ക് മധുരവും, രക്തസമ്മർദ്ദമുള്ളവർക്ക് ഉപ്പും, ഇങ്ങനെ പല രുചികളും നിഷേധിക്കപ്പെടുന്ന ഇടമാണ് തീന്മേശ. ചുരുക്കി പറഞ്ഞാൽ തീന്മേശയിലെ എല്ലാ വിഭവങ്ങളും എല്ലാവർക്കും ഒരുപോലെ സ്വാദിഷ്ടമാകണമെന്നില്ല, ആസ്വദിക്കുവാൻ അനുവാദവുമില്ല. ഏദൻ തോട്ടം ഒരു തീന്മേശയായിരുന്നു. തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം എന്ന ദൈവീക കൽപ്പനയാൽ സ്വാതന്ത്ര്യത്തിൻ്റെ മനോഹാരിത അനുഭവിക്കുവാൻ ആദാമിനും കൂട്ടായി കിട്ടിയ ഹവ്വായ്ക്കും സാധിച്ചു. നാനാവിധമായ വർണ്ണങ്ങളിലുള്ള, വിവിധ രുചികളുള്ള, പല വലിപ്പത്തിലുള്ള കായ്കനികൾ രുചിക്കുവാനും ഭക്ഷിക്കുവാനും അനുവാദം ലഭിച്ചവരായിരുന്നു അവർ. എന്നാൽ അവിടെ അവരുടെ സ്വാതന്ത്ര്യത്തിന് ദൈവം ഒരു അതിർവരമ്പ് ഉണ്ടാക്കിയിരുന്നു. തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം ഇഷ്ടം പോലെ തിന്നുവാൻ അനുവാദം കൊടുത്ത ദൈവം നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് എന്ന ആഴമേറിയ കൽപ്പനയാൽ അവരുടെ സ്വാതന്ത്ര്യത്തിന് അതിർത്തി നിശ്ചയിച്ചു. എന്നാൽ അതിർത്തിക്കപ്പുറത്തേക്ക് കടന്ന മനുഷ്യനെ ദൈവം ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കി. ആദാമിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യമായിരുന്ന ദൈവത്തിൻ്റെ ദൃശ്യമായ സാന്നിധ്യവും മനുഷ്യന് നഷ്ടമായി. ദൈവത്തിൻ്റെ സ്വന്തം രൂപത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് ദൈവം എല്ലാ സ്വാതന്ത്ര്യം നൽകുമ്പോഴും എല്ലാത്തിനും ഒരു അതിർവരമ്പ് ഉണ്ടെന്ന് ഇതിലൂടെ ഓർമ്മിപ്പിക്കുന്നു. ഏദൻ തോട്ടം പോലെ വിശാലമായതും വൈവിധ്യമാർന്നതുമാണ് ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും ഒക്കെ ലോകം. കാണുവാൻ ഭംഗിയുള്ളതും ഭക്ഷിപ്പാൻ രുചിയുള്ളതുമായി തോന്നുന്ന പല ഫലങ്ങളും മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറുകളിലുമൊക്കെ കടന്നു വന്നേക്കാം. ഹവ്വായെ ചതിയിൽപ്പെടുത്തിയതുപോലെ ഈ വെബ്സൈറ്റിൽ പ്രവേശിച്ചാൽ ജ്ഞാനം കിട്ടുമെന്നും ഇതൊക്കെ ആസ്വദിക്കുന്നത് തെറ്റല്ല എന്നും പറഞ്ഞ് നമ്മെ ചതിയിൽപ്പെടുത്താൻ ഇന്ന് പാമ്പിൻ്റെ രൂപത്തിലല്ലെങ്കിലും മറ്റു പല രൂപത്തിലും ഭാവത്തിലും നമ്മെ പിന്തുടരുന്ന സാത്താൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. എല്ലാ സ്വാതന്ത്ര്യവും ദൈവം തരുമ്പോഴും എല്ലാത്തിനും ഒരു പരിധിയുണ്ട്, ഒരു അതിർവരമ്പ് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. എല്ലാ ഫലവും നമുക്ക് കഴിക്കാനുള്ളതല്ല, എല്ലാ രുചികളും നാം ആസ്വദിച്ചേ മതിയാകൂ എന്നുമില്ല. ഇൻ്റർനെറ്റിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ഈ മായാലോകമാകുന്ന തീന്മേശയിൽ നമുക്ക് നിഷേധിക്കപ്പെട്ട അനേകം വിഭവങ്ങളുണ്ട്. സൗരഭ്യമേറിയതാണെങ്കിലും, കണ്ണുകൾക്ക് ആസ്വാദ്യകരമാണെങ്കിലും, നാവിന് രുചി വരുത്തുന്നതാണെങ്കിലും, ജീവന്, നിത്യജീവന് അപകടകരമായത് മാറ്റി നിർത്തുക തന്നെ വേണം. ഇല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തിൽ നിന്നും അകന്നു പോയേക്കാം. നിത്യമായ ഏദൻ തോട്ടത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെടേണ്ടി വന്നേക്കാം. ആയതിനാൽ അതിർവരമ്പുകൾക്കപ്പുറത്തേക്ക് പോകുന്നവരാകാതെ, ദൈവകൽപ്പനയെ ലംഘിക്കുന്നവരാകാതെ, ലഭിച്ചിരിക്കുന്ന സൗകര്യങ്ങളെ ദുരുപയോഗം ചെയ്യുന്നവരാകാതെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാം. യോഗ്യമായ അനുയോജ്യമായ വിഭവങ്ങളാൽ നിറയുന്ന തീന്മേശയ്ക്ക് ചുറ്റുമിരുന്ന് ദൈവിക സന്തോഷത്താൽ നിറയുവാൻ ദൈവം സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.